ഇപ്പോൾ വിശദാംശങ്ങളുമായി സോമി ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സോമി, വളരെ ലളിതമായ ചടങ്ങുകളായിരുന്നു നടന്നത് കൊച്ചിയിൽ കണ്ടത്. എങ്ങനെയായിരുന്നു? ആരൊക്കെയായിരുന്നു? അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായിരുന്നു? വിവാഹത്തിൻ്റെ ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെ എങ്ങനെ? പ്രജീഷ്, മലയാളികൾ ഒരുപക്ഷെ ഏറെ കാലമായി മനസ്സിലെങ്കിലും കാത്തിരുന്ന ഒരു കാര്യമാണ് ദിലീപിന്റെയും അതുപോലെ തന്നെ കാവ്യ മാധവന്റെയും വിവാഹം എന്ന് പറയുന്നത്. നടൻ ദിലീപും കാവ്യ മാധവനും ഇന്ന് രാവിലെയാണ് എറണാകുളത്തെ കല്ലൂർ PGS വേദാന്ത ഹോട്ടലിൽ വെച്ച് വിവാഹിതരായത്. വളരെ ലളിതമായ ചടങ്ങായിരുന്നു വിവാഹത്തിന്. ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ സിനിമയിലെ അടുത്ത സഹപ്രവർത്തകരും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ദിലീപിന്റെ മകളും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ വിവാഹത്തിൽ പങ്കെടുത്തു. സിനിമാ മേഖലയിൽ നിന്ന് മമ്മൂട്ടി, ജയറാം, ജനാർദ്ദനൻ, സലീം കുമാർ, മീര ജാസ്മിൻ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, ചിപ്പി, മേനക, ജോമോൾ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിലീപിന്റെ ഹിറ്റ് ചിത്രങ്ങൾ ഒക്കെ ഒരുക്കിയ നിരവധി സംവിധായകരും ഇവരുടെ വിവാഹത്തിൽ സന്നിഹിതരായിരുന്നു. ജോഷി, സിദ്ദിഖ്, ലാൽ, കമൽ തുടങ്ങിയവരും നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, രഞ്ജിത്ത് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സിനിമയിൽ നിന്ന് മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ഇവരുടെ വിവാഹത്തിന് എത്തിയിരുന്നു. വിവാഹത്തിന് ശേഷം ദിലീപും കാവ്യ മാധവനും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. നല്ലൊരു ജീവിതം ഉണ്ടാകുവാൻ എല്ലാവരുടെ സ്നേഹവും പിന്തുണയും പ്രാർത്ഥനയും വേണമെന്നാണ് ദിലീപും കാവ്യ മാധവനും പ്രതികരിച്ചത്. ഒപ്പം തന്നെ തന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നും കാവ്യ കാരണമായിരുന്നില്ല എന്നും ദിലീപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാത്രമല്ല, ഞാൻ കാരണം ബലിയാടായ ഒരാളെ തന്നെ വിവാഹം കഴിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നുവെന്നും ദിലീപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. ഒരു പക്ഷേ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹത്തോടു കൂടി ഒരു വലിയ ചോദ്യത്തിന് തന്നെയാണ് വിരാമമാവുന്നത്. സോഷ്യൽ മീഡിയകളിൽ അടക്കം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട താരങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഒരു പക്ഷേ മലയാളികളുടെ ഉള്ളിലെങ്കിലും മനസ്സിലെങ്കിലും ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പ്രതിഫലനം എന്ന് വേണമായിരിക്കും അതിനെ ഈ അവസരത്തിൽ വിലയിരുത്താൻ. ഏതായാലും വളരെ ലളിതമായ ചടങ്ങിലായിരുന്നു ദിലീപും കാവ്യ മാധവനും വിവാഹിതരായിരിക്കുന്നത്. സോമി, വലിയ ഗോസിപ്പുകൾ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പലതരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ രണ്ടുപേരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവരുടെ റിലേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നുവോ? കാരണം മാധ്യമങ്ങളിലൊന്നും തന്നെ പല സമയങ്ങളിൽ നാളെ വിവാഹിതരാകുന്നു അല്ലെങ്കിൽ പല ഡേറ്റുകളൊക്കെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നുവോ? ആരെയും മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അറിയുന്നത് പോലും ഇന്ന് രാവിലെയാണ്. തീർച്ചയായിട്ടും ഇവരുടെ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഗോസിപ്പിന്റെ ശ്രേണിയിൽപ്പെടുത്തി അതിനെ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നിപ്പോൾ വിവാഹമാണെന്ന് അറിയുന്നത് പോലും ഒരു പക്ഷേ ഈ മാധ്യമങ്ങളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസുകളിൽ നിന്ന് മാത്രമാണ്. മാത്രമല്ല, എന്നാൽ ഈ ചടങ്ങുകളിൽ നിന്ന് വ്യക്തമാണ് അത്രയ്ക്ക് രഹസ്യ സ്വഭാവമല്ല. കാരണം സിനിമയിലെ അടക്കം നിരവധി പ്രമുഖരും മറ്റ് മാധ്യമ ഫീൽഡിലെ ആയാലും രാഷ്ട്രീയത്തിലെ ആയാലും പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വലിയ രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയാനും സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും കാവ്യ മാധവന്റെയും ദിലീപിന്റെയും ഈ വിവാഹത്തെ അടുത്തറിയുന്നവർ പോലും രഹസ്യമായി സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. പ്രജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ഗോസിപ്പുകൾ ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഈ അടുത്ത കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി ഇരുവരും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പോലും മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ ഒന്നും ശരിയല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എന്നാലും ഇതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനും സാധിക്കുകയില്ല. ഏതാണേലും ഇന്ന് രാവിലെ മാത്രമാണ് മാധ്യമങ്ങൾ വഴിയാണ് ഇരുവരുടെയും വിവാഹം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. വിവാഹത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഈ വിവാഹം നടക്കുന്ന ഈ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നതു മുതൽ തന്നെ
ആളുകൾ ഈ വാർത്ത കണ്ട ആളുകൾ ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ അലക്സ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ഏതായാലും ദിലീപും കാവ്യ മാധവനും ഒരുമിക്കുമ്പോൾ മലയാളി ഏറെക്കാലം കൊണ്ടു നടന്ന ഒരു ആകാംക്ഷയ്ക്ക് കൂടിയാണ് വിരാമം ഇടുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാവ്യയുടെ വിവാഹമോചനത്തിന് പിന്നാലെ ദിലീപിന്റെ വിവാഹമോചന ഹർജിയും കോടതിയിൽ എത്തിയതോടെയാണ് ഈ ഗോസിപ്പുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. ദിലീപിന്റെയും മഞ്ജുവാരുടെയും വിവാഹമോചനം തന്നെ കാവ്യ കാരണമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ആ വലിയ തരത്തിലുള്ള ആകാംക്ഷകൾക്കും ഒക്കെയാണ് ഇപ്പോൾ വിരാമമാകുന്നത്. പ്രജീഷ്.